السلام عليكم. الحمد لله رب العالمين. نحمده ونصلي ونسلم على رسوله الكريم وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനമുള്ള ഉസ്താദുമാർ, പണ്ഡിതന്മാർ, നേതാക്കൾ, പ്രിയമുള്ള മുതഅല്ലിമുകളെ, സ്നേഹമുള്ള സഹോദര സഹോദരിമാർ, ഞാൻ നേരത്തെ ഇവിടെ സംസാരിച്ചതാണ്. 9 മണിക്ക് ട്രെയിൻ ഉള്ളതുകൊണ്ട് അവിടെ എത്തേണ്ടതുമാണ്. അതുകൊണ്ട് സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ടവരുടെ മഖാമിൽ ഈ സ്ഥാപനത്തിൻ്റെ സമ്മേളനത്തിൽ നിന്ന് ഭാഗവാക്കാവുക എന്ന രീതിയിൽ മാത്രം ഒരു വാക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ആചാരങ്ങൾ കേരളത്തിലും അതിനോട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിലും നിലനിൽക്കുകയും മറ്റ് പല സംസ്ഥാനങ്ങൾ പരിശോധിച്ചാൽ ഈ രൂപത്തിലുള്ളൊരു കാഴ്ചപ്പാട് ഇല്ലാതിരിക്കുകയും ചെയ്തത് നമ്മുടെ ഈ സ്ഥാപനങ്ങളുടെ പവറാണ്. ഒരുപാട് സ്ഥാപനങ്ങൾ ഈ പ്രദേശത്ത് തന്നെ നമുക്ക് ഉണ്ട്. എന്തിനാണ് ഇത്രയും കൂടുതൽ സ്ഥാപനങ്ങളെന്ന് ചിന്തിക്കുന്നവരും അപൂർവമായി ഉണ്ടായിക്കൂടായികയില്ല. പക്ഷേ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ലോകത്തിന് കഴിയാത്ത അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഈ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് കഴിയുമെന്നത് വ്യക്തമായ രേഖയാണ്. ഒറ്റ വാക്ക്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു നിയോഗിച്ച സമയം മക്ക പരിശുദ്ധമാണെങ്കിലും ആദരണീയമായ നാടാണെങ്കിലും അവിടെ അന്നുണ്ടായിരുന്ന ആളുകൾ വളരെ മോശമായ ജനങ്ങളാണ്. അള്ളാഹു പറഞ്ഞു, വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. വളരെ മോശമായ ചിത്രമാണ് ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. ഏതു മനുഷ്യനും എത്ര ക്രൂരനാണെങ്കിലും സന്താനങ്ങളോട് സ്നേഹവും കാരുണ്യവും ഉണ്ടാകും. മക്കൾ മരിച്ചാൽ കരയാത്ത മാതാപിതാക്കളുണ്ടോ? മുഹമ്മദ് റസൂലുള്ളാഹിയെ നിയോഗിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യന്മാരുടെ സ്ഥിതി എന്താ? സ്വന്തം ജനിച്ച സന്താനത്തിന് ജീവനോടെ കുടിച്ചു മൂടുക. മാതാവിൻ്റെ കയ്യിൽ നിന്ന് 30 വാങ്ങിക്കൊണ്ടു പോകുന്നു. മാതാവ് സന്താനത്തിന് പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എന്തിന്? അങ്ങാടിയിൽ കൊണ്ടുപോയി പലഹാരം വാങ്ങിക്കൊടുക്കാനല്ല, വിജനമായ ഭാഗത്ത് കൊണ്ടുപോയി ജീവനോടെ കുടിച്ചു മൂടാൻ. അതായിരുന്നു ആ കാലഘട്ടത്തിലുള്ള മനുഷ്യന്റെ ക്രൂരതയുടെ അടയാളം. ആരാലും ആദരിക്കുന്ന കഅബാലയമുണ്ടവിടെ. ആ കഅബാലയത്തിനെ മുഴുവൻ ആളുകൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. മുസ്ലിമീങ്ങൾ മാത്രമല്ല. പക്ഷേ റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്നവർ, അതിൻ്റെ മുമ്പുണ്ടായിരുന്നവർ, ആ ചുറ്റുപാടിൽ ആ കഅബാലയത്തിനെ അവന്മാർ ഉപയോഗിച്ചത് അവർ ചെയ്ത ബലാത്സംഗത്തിന്റെ രൂപം, കണക്ക്, രീതി എഴുതി തൂക്കാനായിരുന്നു. ആ വിഭാഗത്തിന്റെ മോശമായ ചുറ്റുപാട് നിങ്ങൾ അളന്നു നോക്കുക, എത്ര ഗുരുതരമായിരുന്നു എന്ന്. പക്ഷേ യത്ലു അലൈഹിം ആയാതിഹി വയസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആന്റെ വിശദീകരണങ്ങൾ നൽകി, പരിശുദ്ധ ഖുർആൻ അവർക്ക് വായിച്ചു കൊടുത്ത് ആ സമൂഹത്തിലെ 23 വർഷക്കാലം കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ മാറ്റി ലോകത്തിലെ ഏറ്റവും ഉയർന്ന അമ്പിയാക്കന്മാരെ മാറ്റിവെച്ചാൽ 2ാം സ്ഥാനത്തിൽ നിൽക്കുന്ന സ്വഹാബിമാരാക്കി അല്ലാഹുവിന്റെ റസൂലിനെ മാറ്റി. ഇസ്ലാമിക പ്രബോധനത്തിന്റെ പ്രവാചകന്റെ പവറല്ലേ അത്? ആ പ്രദേശത്തെ ഏതെങ്കിലും 10 പേരെയോ 100 പേരെയോ അല്ല, 100% മക്കായിലും പരിസരങ്ങളിൽ മാത്രമല്ല, സൗദി അറേബ്യ ഒന്നായിട്ട്, യമൻ, ഈജിപ്ത് ഉൾപ്പെടെ ലോകത്തിന്റെ മഹത്വക്കളാക്കി മഹാനായ പ്രവാചകർ മാറ്റിയത് ഖുർആൻ പറയുന്നു യത്ലു അലൈഹിം ആയാതിഹി, ഖുർആൻ വായിച്ചു കൊടുത്തുകൊണ്ടാണ്. ആ ഖുർആന്റെ ആശയം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ്.
നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇസ്ലാമിന്റെ പ്രബോധനം, ദീനി ദഅവത്ത്, വിജ്ഞാനത്തിന്റെ പവർ, ആരംഭ റസൂലുള്ളാഹിന്റെ ശ്രേഷ്ഠത, അതാണ് അവിടെ തെളിഞ്ഞു കാണുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ധാരാളം വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസമ്പന്നരായ ആളുകളുള്ള ഈ കാലഘട്ടം, ഭൗതിക രംഗത്ത് ഉയർന്ന സ്ഥാനം കൈവരിച്ച ആളുകൾ, വലിയ മന്ത്രിസഭ, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഓഫീസുകളും ഉദ്യോഗസ്ഥരും സെക്രട്ടറിമാരും ഓഫീസർമാരും നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന, പോലീസുകാരും നിയമപാലകരും പോലീസ് സ്റ്റേഷനും കോടതിയും ജയിലും എല്ലാം ഇവിടെ ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പുതിയ യുഗത്തില ഈ പ്രവർത്തനങ്ങൾ മുഴുവനും ഇത്രയും സജീവമായിട്ടാ ഈ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം സൃഷ്ടിക്കാൻ, ഒരു പരിവർത്തനമുണ്ടാക്കാൻ കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ട സഹോദരന്മാര്? നമ്മുടെ സംസ്ഥാനത്ത് 100 കള്ളന്മാര് നേരത്തെ ഉണ്ടെങ്കിൽ ഇവര് മുഴുവനും ഇടപെട്ട് പ്രവർത്തിച്ചിട്ടും അത് 110 വർദ്ധിച്ചു എന്നല്ലാതെ ആ 100 കള്ളന്മാരെ നന്നാക്കിയെടുക്കാൻ, പോട്ടെ ഒരു 10% സംസ്കരിക്കാൻ ഈ ഭരണകൂടത്തിന് കഴിയുന്നില്ല, ഈ വലിയ സമൂഹത്തിന് പറ്റുന്നില്ല. കോടിക്കണക്കിൽ രൂപ ചെലവഴിച്ചിട്ട് പ്രയോജനമില്ല. കൊലയാളികൾ ലോകത്ത് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, മോഷണം നടത്തുന്നവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നവർ കൂടിക്കൊണ്ടിരിക്കുന്നു, കുറ്റകൃത്യങ്ങൾ ലോകത്ത് പെരുകിക്കൊണ്ടിരിക്കുന്നു. ഇതല്ലേ നമ്മുടെ കാഴ്ച? ഈ സംവിധാനങ്ങൾ ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തില് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി വഇല്ലഹു ശംസു വളിൽഹും കവാകിബുഹാ യുളിഹിർനൽ വാറഹാ ലില്ലാസി ബിൽലുലബി. അല്ലാഹുവിന്റെ റസൂൽ അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ പവർ അവിടെയാണ് നാം ദർശിക്കേണ്ടത്. ദീനീ സ്ഥാപനങ്ങളുടെ പവർ അവിടെയാണ് കാണേണ്ടത്. ആ മക്കയിൽ മുഹമ്മദ് റസൂലുള്ളാഹി അത്രയും മോശമായൊരു സമൂഹത്തിൽ പ്രവർത്തനം, പ്രചരണം, പ്രബോധനം തുടങ്ങിയപ്പോ ലോകത്തിന്റെ മാത്തുക്കളായി 100% മാറ്റിയെടുത്തു. അല്ലാഹുവിന്റെ റസൂൽ ആരെയും ജയിലിൽ തടച്ചുകൊണ്ടല്ല, ആരെയും പോലീസ് സ്റ്റേഷനിലിട്ട് മർദ്ദിച്ചുകൊണ്ടല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, പ്രവാചകന്റെ പ്രവർത്തനത്തിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. യത്ലു അലൈഹിം ആയാതിഹി, ഖുർആന്റെ ആയത്ത് ഓതിക്കൊടുത്തുകൊണ്ടാണ്. അല്ലാഹുവിന്റെ റസൂല് ഒരാളെയും ശിക്ഷിച്ചിട്ടില്ല, അടിച്ചിട്ടില്ല, ജയിലിലിട്ടിട്ടില്ല. ഒരു മനുഷ്യനെ മാത്രം അല്ലാഹുവിന്റെ റസൂൽ ഒരു പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. വേറെ ചരിത്രത്തിൽ പരിശോധിച്ചാൽ അങ്ങനെ കാണില്ല. അതാരെയാ? മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹിന്റെ മദീനത്തെ പള്ളിയിൽ എല്ലാവരും ജമാഅത്തായി നിസ്കരിക്കുന്നു, കൂട്ടായി പ്രാർത്ഥിക്കുന്നു. നേരത്തെ ഞാൻ ആ വിഷയം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല പറഞ്ഞു, ദഖല അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ഞങ്ങളരികത്ത് കയറി വരും, ഞങ്ങൾക്ക് ഇമാമായി നിസ്കരിക്കും. വദഅലനാ ബിഖൈരിൻ, അല്ലാഹുവിന്റെ റസൂൽ കൂട്ടായി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കും. ഇതാണ് അവിടുത്തെ ചിന്ത. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ ശ്രദ്ധിച്ചപ്പോ ഒരു മനുഷ്യണ്ട് ഒറ്റക്ക് ദുആരക്കുന്നു. ചില പള്ളിയിലൊക്കെ ഉണ്ടാകും, മുജാഹിദും ജമാഅത്തുമായിരിക്കും അത്. ഇമാമ നീണ്ട ദുആ, മഅ്മൂമിയങ്ങൾ ആമീൻ പറയുന്ന സമയത്ത് ചിലർ ഒറ്റക്ക് ദുആരക്കുന്നത് കാണാം. ഇബ്നു ഹജൽ ഹൈതമി തന്റെ തഹ്ബയിൽ രേഖപ്പെടുത്തുന്നു, അങ്ങനെ ഒറ്റക്ക് ദുആ ചെയ്യുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോൾ മാത്രം അല്ലാഹുവിന്റെ റസൂൽ കൊടുത്തു അദ്ദേഹത്തിന് ഒരൊറ്റ അടി. എന്നല്ലാതെ അല്ലാഹുവിന്റെ റസൂൽ ശിക്ഷിക്കാറില്ല. യത്ലു അലൈഹിം ആയാതിഹി, പരിശുദ്ധ ഖുർആന്റെ ആയത്ത് ഓതിക്കൊടുത്തുകൊണ്ട് ഈ സമൂഹത്തിന് ലോകത്തിന് നേതാക്കന്മാരാക്കി. യദ്ഖുലൂനൽ ജന്നത ബിഗൈരി ഹിസാബ്, വിചാരണയില്ലാതെ സ്വർഗത്തിൽ നാളെ പ്രവേശിക്കാനുള്ള പവർ കരസ്ഥപ്പെടുത്തിയ മഹത്തുക്കളാക്കി ആരംഭ റസൂലുള്ളാഹി മാറ്റിയത്. ഒന്ന്, അല്ലാഹുവിന്റെ റസൂലിന്റെ സവിശേഷത തന്നെ. അതാണ് ഇമാം ബൂസിരി പറഞ്ഞത്, സൂര്യൻ ഉദിച്ചതുപോലെ. സൂര്യന്റെ പ്രകാശം നോക്കി നിങ്ങൾ രാവിലെ 6:30 മണിക്ക് സൂര്യൻ ഉദിച്ചാൽ അതിന്റെ പ്രകാശത്തിന് ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയില്ല. ആ പ്രകാശം അത് ഉദിക്കുന്ന സ്ഥലത്തേക്ക് ഒഴുകുകയാണ്. ഒരാൾക്കും അതിനെ തടഞ്ഞു നിർത്താനോ മാറ്റി നിർത്താനോ പറ്റാത്ത രൂപത്തിൽ. എന്ന പോലെ ആരംഭ റസൂലുള്ളാഹിന്റെ പ്രബോധനത്തിന്റെ ഫലമായി ആ ഹുദ, സൽമാർഗം ലോകത്തേക്ക് പരന്നൊഴുകി. മുഴുവൻ 100% ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വന്നു, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സംസ്കാരമുള്ള മഹത്തുക്കളായി മാറി. ദീനീ ദഅവത്തിന്റെ പ്രയോജനമാണെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പവറാണെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. ആ ദഅവത്തിന്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഈ സ്ഥാപനവും, അശ്അരിയ സ്ഥാപനം.
അതുപോലെ വേറെയും സ്ഥാപനങ്ങൾ ഇതിൻ്റെ ചുറ്റുവട്ടത്തുണ്ട്. നമ്മുടെ സൈദിയുണ്ട്, വഹിമാത്തുണ്ട്, മദീനയുണ്ട്, മർക്കസുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങൾ. ഈ സ്ഥാപനങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്, ആലിമീങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് പ്രബോധനം തുടരുന്നത് കൊണ്ടാണ് ഇസ്ലാമിൻ്റെ ഈ രീതിയിലെങ്കിലും എടുത്ത് നിലനിൽക്കുന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഇല്ലാത്ത ഭാഗങ്ങളിലൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ക്രൂരതകളും അക്രമങ്ങളും വർഗീയ കലാപങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ, ആ സ്ഥാപനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മുഴുവനും സന്നദ്ധരാകണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. ഒരുപാട് ബിദഈ കക്ഷികളും പിഴച്ച തിരീക്കത്തുകാരും നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. അതൊക്കെ ഗൗരവമായി കണക്കിലെടുത്ത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തിയോടെ മുന്നേറാൻ നമ്മൾ തയ്യാറാകണം. അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ സ്ഥാപനം നിർമ്മിച്ച ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഇതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തകന്മാർ, ഇവിടുത്തെ ഉസ്താദന്മാർ, കമ്മിറ്റിക്കാർ, സഹായ സഹകരണം നൽകുന്നവർക്കൊക്കെ അല്ലാഹു വലിയ പ്രതിഫലം നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി, അടുത്ത 11-ാം തീയതി കേരള യാത്ര 12-ാം തീയതി ആരംഭിക്കുന്നു. അതിൻ്റെ മുമ്പ് 11-ാം തീയതി മംഗലാപുരത്ത് വലിയ സമ്മേളനം എപി ഉസ്താദിൻ്റെയും സുഹാരപ്പെട്ട താജുലുലമയും മഹാന്മാരായ പണ്ഡിതന്മാരുടെയും നേതൃത്വത്തിൽ നടക്കുന്നു. ഒരു വലിയ സംഭവമായി മാറ്റാൻ നാം ഒക്കെ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തുന്നു. അള്ളാഹു വിജയിപ്പിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.